വാടാ ഷിൻചാനെ, നമുക്ക് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. അണ്ണാ നിൽക്ക, ടി വി എന്നിട്ട് നമുക്ക് ടി വി കണ്ടിട്ട് പോവാം. എന്നാൽ ശരി, വാ നമുക്കൊന്ന് ടി വി ഇട്ട് നോക്കാം. ഇതിങ്ങനെയാണ് കാണണ്ടോ? എന്നാൽ നീ ഇരുന്ന് കാണും, ഞാൻ അവിടെ PC റൂമിൽ പോയി 2 ഗെയിമൊക്കെ കളിക്കട്ടെ. ശരി അണ്ണാ, പിന്നെ സെറ്റ്. ഓക്കെ കേസ്, നമുക്ക് ഇവിടെ ഇരുന്ന് അവിടെ കമ്പ്യൂട്ടറിൽ നിന്ന് GTA കളിക്കാം. എടി ടിന്നി ഗ്രാനി, നീ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നോ? അമ്മ എനിക്ക് എന്തെങ്കിലും തിന്നാൻ വേണം. നിന്നോടല്ലേ പറഞ്ഞ, എൻ്റെ കയ്യിലൊന്നും ഇല്ല. നല്ല വീടല്ലേ അമ്മേ? ഇത് നമ്മുടെ ചെറിയൻ്റെ വീടാ. നമുക്ക് ചെറിയുടെ അടുത്ത് വല്ലതും തിന്നാൻ കേട്ട് നോക്കാം. ഞാനാണ് ഗ്രാനി. ഇവിടെ ഒന്ന് അനങ്ങി വാടി. അവിടെ നമ്മുടെ ജീറ്റി നിപ്പുണ്ട്. ജീറ്റി, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഗ്രാനി, നീയോ? എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഈ ചെറിയൊന്ന് വീട്. അണ്ണാ ഒന്നൊന്ന് ഓടി വന്നേ. ഇതാര്? ഗ്രാനിയാ? എന്താണ് ഗ്രാനി, സുഖമല്ലേ? പിന്നെ അല്ലേ, നമുക്കൊക്കെ ഭയങ്കര സുഖമാണ് ചെറി. അതെ, ഇവിടെ വല്ലതും തിന്നാനുണ്ടോ? എൻ്റെ മോക്ക് വിശക്കുന്നു. മോളുടെ പേരെന്താ? മോളുടെ പേരാണ് ടിന്നി ഗ്രാനി. എന്തോന്ന്, ടിന്നിലിട്ട ഗ്രാനിയാ? ടിന്നിലിട്ട ഗ്രാനി അല്ല ചെറി, ടിന്നി ഗ്രാനി. ഞാൻ എന്തായാലും നിങ്ങൾക്ക് കഴിക്കാൻ എടുത്തുകൊണ്ട് വരാം. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ. എന്നാ ശരി. ഓക്കെ ഗൈസ്, ഇവിടെ നമുക്ക് ബ്രെഡ് ഇതുകൊണ്ട് നമുക്ക് ഇതൊക്കെ എടുത്ത് കഴിച്ചോട്ടോ. ശരി ചെറി. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചേക്കാണ്. എന്നാൽ ശരി ഗ്രാനി. ശരി. ഇവിടെ താമസിക്കാൻ നമുക്ക് വല്ല വീടുമുണ്ടോ? വീടോ? പക്ഷേ വൃത്തിയില്ലാത്ത വീട് മതി ഞങ്ങൾക്ക്. വൃത്തിയില്ലാത്ത വീടാ? എന്നാൽ എൻ്റെ കൂടെ പോകുന്നേക്ക്, ഞാൻ നിങ്ങൾക്കൊരു വീട് തരാം. ഞാനിന്ന് നിങ്ങളെ കടിച്ച് കീറും. ഡിങ്ക, ചുമ്മാ തിരി. ഇത് നമ്മളെ ഗ്രാനിയുടെ പുള്ളയുമാണ്. അതായതോട്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു കേട്ടല്ലോ. അല്ല, നിങ്ങളുടെ കെട്ടിയവൻ്റെ മൂത്ത ചെറുക്കനെ നോക്കി നടക്കുകയാണ്. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരില്ല. എന്നാൽ ശരി, ഞാൻ നിങ്ങൾക്കുള്ള വീട് കാണിച്ചു തരാം. നമുക്ക് അധികം വൃത്തിയില്ലാത്ത വീട് മതി. ആദ്യം പറഞ്ഞ് വൃത്തിയുള്ള വീട് വേണ്ടാന്ന്, ഇപ്പോൾ പറയണ കുറച്ച് വൃത്തിയുള്ള വീട് മതിയെന്ന്. ഇതാണ് വീട് കേട്ടോ. നല്ല വീടാണല്ലോ. കാർ പോർച്ചിങ് ഉണ്ടോ? ഞാൻ വേണമെങ്കിൽ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം. വന്നോളൂ. ഇത് നിൻ്റെ വീടാണോ? ആയിരുന്നു. എൻ്റെ വീടായിരുന്നു. ഇപ്പം എൻ്റെ വീടല്ല. എന്നാ ശരി. ജീറ്റി, നമുക്ക് പോയാലോ? എന്നാ നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഗ്രാനിയെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഗ്രാനി അവിടെ സുഖമായിട്ട് ജീവിക്കട്ടെ. അമ്മേ, അണ്ണാ, പോലീസുകാർ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ സാറേ, പറ സാറേ. നീ ഒന്ന് പെട്ടെന്നൊന്ന് സ്റ്റേഷനിൽ വരണം കേട്ടോ. എന്തിനാ സാറേ? അതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തരാം. ശരി സാറേ, ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഫാക്ടറിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലേ? അയ്യോ, നമ്മൾ ഷിൻചാനെ കൂട്ടാൻ മറന്നല്ലോ. അവ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ടായിരിക്കും അണ്ണാ. അതും ശരിയാണ്, അവനവിടെ ഇരുന്ന് കണ്ടോട്ടെ. അമ്മേ, ജീറ്റി, നമ്മളൊരു കാര്യം ചോദിച്ചാൽ അത് നീ ക്ലിയറായിട്ട് ചെയ്യണം. പോലീസുകാർ വല്ലതൊക്കെ പറയുന്നതായിട്ട് നീ അതിനോടൊത്ത് തുള്ളാൻ നിൽക്കരുത് കേട്ടല്ലോ. മാറിക്കടോ. ഇന്നലെ ഇൻസ്പെക്ടറിനെ എടുത്തിട്ടിടിച്ചവൻ എന്തിനൊന്നല്ലേ? ഇവൻ കരിക്ക് കുടിച്ചോണ്ടിരുന്നേ. കരിക്കെടുത്ത് പോലീസുകാരൻ കുടിച്ചതിന് അങ്ങനെയൊക്കെ ചെയ്യാമോ? എന്നാലും ഒരു IG അല്ലേ അത്? IG ഇൻസ്പെക്ടർ വന്നാ? ഇൻസ്പെക്ടർ IG. ഈ ഇൻസ്പെക്ടർ ബലറാമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇൻസ്പെക്ടർ IG. ഞാൻ പോലീസ് സ്റ്റേഷൻ എത്തി. എന്നാ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഗൈസ്. ഓക്കെ, ഇനി എന്താണാവോ പോലീസ് വിളിച്ച കാര്യം? വണ്ടി അടിച്ച് ഇറങ്ങി വാടകർക്ക് അങ്ങോട്ട്.
സാറേ, ഓ ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സാറേ എന്തിനാണ് സാറേ എന്നെ വിളിച്ചത്? ഡാ, നീ എനിക്കൊരു സഹായം ചെയ്യണം. ഞാൻ നിനക്ക് വേണ്ടി ഒരു സൂപ്പർ പവർ തരാം. പക്ഷേ അത് സീക്രട്ടാണ്. സീക്രട്ടാ? ഒരു മിനിറ്റ് ഡേ, ചീറ്റിങ് വന്നാണ്. എന്തരണ്ണാ? ഡേ നീ ഒന്ന് ഓടിപ്പാ, ഞാൻ പറഞ്ഞു തരാമല്ല. പാ അണ്ണാ, ഇതാണ് ഇവിടെയാ സീക്രട്ടുള്ള. ഓ, തൽക്കാലം ഇവിടെയാണ് സീക്രട്ട് കിടക്കണം. അയ്യോ, എന്നോട് തുറക്ക്. ഓക്കെ, തൽക്കാലം നീ ഇവിടെ കേട്ടോ. ഞാനേ പോലീസുകാരൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് വരാം. ഇല്ലെങ്കിൽ നീ ഇതെല്ലാം പുറത്തുപോയി പാട്ടാക്കും. നല്ല കാര്യം ചെയ്തല്ലോ ജീറ്റി. നീ പോടാകത്ത്. സാറേ സോറി, വിഷയമാക്കണ്ട. ഞാൻ നിനക്കൊരു സ്പൈഡർമാൻ്റെ ഇത് തരാം. അത് നീ പോയിട്ട് അവിടെ ഷോറൂമിൻ്റെ മുകളിലൊരു ലംബോർഗിനി കിടപ്പുണ്ട്. അതിൻ്റെ പുറത്ത് കയറാനാണ് ഈ പവർ ഞാൻ നിനക്ക് തരണത്. സാറേ, ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് ഞാൻ ഇന്നലെ അവഞ്ചേഴ്സ് മാൻഷൻ റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ആ ഷെൽഫിൻ്റെ അത്തിരിപ്പുണ്ട്. അല്ല, സാറേ എന്നെ അടുത്ത് തന്നാൽ മതി. ശരി. ഇതാണ് പവർ. വേഗം പോയി എടുത്തുകൊണ്ട് പോവാ. നിനക്കൊരു 5 സെക്കൻഡ് സമയം തരാം. ശരി സാറേ. അല്ലേ, ഒത്തിരി ഏതാണ് പവർ? ഓ, കിട്ടി. എൻ്റെ മോനെ, എൻ്റെ അളിയ ഇച്ചാതി പവർ. എൻ്റെ മോനെ. ഓ, നമ്മളങ്ങനെ സ്പൈഡർമാനായോ? ഓ, സാറിനെ സമ്മതിക്കണം. നമുക്കിതിൻ്റെ പുറത്ത് ലാൻഡ് ചെയ്യാം. നേരെ അതിൻ്റെ പുറത്ത് ലാൻഡ് ചെയ്തോ. ഇനി ഈ പവർ നമുക്ക് പോലീസുകാരുടെ ഇടിച്ച്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ. ബട്ട് ഇവരൊക്കെ ഒരു റോബോട്ട് പോലത്തെ സാധനങ്ങളാണ്. ഇവരെ നമുക്കിതുപോലെ വെടിയൊന്നും വയ്ക്കാൻ പറ്റില്ല. എങ്കിൽ അത്ര എളുപ്പമായിരുന്നു കണ്ടാ. അപ്പോഴും ഞാൻ വിചാരിച്ചത് എന്തിനാണെന്നറിയാമോ, ഇതിൻ്റെ മണ്ടയെ കാണുമോ. മണ്ട ഇറങ്ങി നോക്കിയപ്പോഴല്ലേ അവിടെ മണ്ടയിലില്ല. സാറിനെ വിളിച്ചപ്പോൾ അത് മണ്ടയുണ്ടെന്നാണല്ലോ പറഞ്ഞത്. നമുക്ക് ഇവിടെ ലാൻഡ് ചെയ്യാം. എന്തരുടെ ഇത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. ഇവിടെ 2 പേര് നിൽക്കുന്നുണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, അവരങ്ങോട്ട് ഹെഡ് ഷോട്ട് അടിക്കാം. നമുക്ക് സ്പൈഡർമാൻ്റെ പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുണ്ടൂസിനെ ഒക്കെ അടിച്ചിടണമെങ്കിൽ ഇത്തിരി പവർ കാണും. ഓക്കെ, നമ്മൾ സാറ് പറഞ്ഞ മിഷൻ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. ടെറസിൻ്റെ മണ്ട ഉണ്ടെന്ന് പറഞ്ഞാണ് പവർ എടുത്തത്. ബട്ട് നമുക്ക് എന്തായാലും ഇനി പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ജീറ്റീനെ വിളിച്ചുകൊണ്ട് പോവാം. വണ്ടി കൊണ്ടുവന്നല്ലേ. ഇട്ടാ സാറേ പവർ. ശരി, വിട്ടോ. ഓക്കെ സാറേ. ഒന്നിങ്ങോട്ട് വന്നേ. ഒരു മിനിറ്റ് സാറേ, ഇതാ പറഞ്ഞു. നമ്മുടെ ജീറ്റി ചെറുക്ക് എവിടെ? ജീറ്റി മകനെ, ജീറ്റി. സാറേ, ജീറ്റി എന്തേ സാറേ? അവനെ നീ കണ്ടില്ല? അവൻ വീട്ടിൽ പോയല്ലോ. വീട്ടിൽ പോയാ? എൻ്റെ അടുത്ത് പറഞ്ഞില്ല കേട്ടോ. എന്നാൽ ഇത് പിടിച്ചോ. എന്തോ സാറേ? എന്നാൽ പിടിച്ചോടാ. താങ്ക് യു സാറേ. സാറ് നമുക്ക് കുറച്ച് പൈസ തന്ന്. എന്നാലും നമ്മൾ ജീറ്റി എവിടെ? വീട്ടിൽ കാണുമായിരിക്കും. അപ്പോൾ കേസ് ഇതേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.